ബംഗളൂരു ഹൊസക്കോട്ടയിൽ 2 മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പേർക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. യലഹങ്ക RV കോളേജ് വിദ്യാർത്ഥികളായ അശ്വിൻ നായരും ഏഥൻ ജോർജുമാണ് മരിച്ച മലയാളികൾ. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ബൈക്കിലും ചരക്ക് ലോറിയിലും ഇടിച്ചു കയറുകയായിരുന്നു. സജു ചാമക്കാലയിൽ വിവരങ്ങൾ നൽകും. സജു, എങ്ങനെ എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? മരിച്ചവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെ 4:50 കൂടിയാണ് ഹോസ്കോട്ടയിലെ ദേശീയപാതയിൽ വാഹനാപകടമുണ്ടായത്. അപകടത്തിൽ 7 പേരുടെ മരണമാണ് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യം ഈ കാർ, അതായത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലേക്ക് ഇടിക്കുകയും പിന്നീട് ചരക്ക് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അതായത് സ്കൂൾ വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 2 മലയാളി വിദ്യാർത്ഥികളുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ മലയാളി വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അശ്വിൻ നായർ, 17 വയസ്സുള്ള അശ്വിൻ നായർ, അതോടൊപ്പം തന്നെ ഏതൻ ജോർജ്, ഇവർ 2 പേരാണ് മരിച്ച മലയാളി വിദ്യാർത്ഥികൾ. അതായത് ഇവരുടെ പരീക്ഷകൾ കഴിഞ്ഞ് ആഘോഷത്തിന് വേണ്ടി പോയതിനിടയിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണാതീതമായിട്ടുള്ള കാർ ഒരു ബൈക്കിലിടിച്ചതിനു ശേഷം ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 6 പേര് ഉടൻ തന്നെ മരിച്ചത്. പ്രത്യേകിച്ച് ബൈക്ക് യാത്രികരടക്കം 7 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സംഭവങ്ങൾ പ്രത്യേകിച്ച് രാവിലെ തന്നെ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട അവിടേക്ക് എത്തിയെങ്കിലും, പോലീസ് അടക്കമുള്ളവർ അവിടേക്ക് എത്തിയെങ്കിൽ പോലും, ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ എത്തിയെങ്കിൽ പോലും ഇവിടെ ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിന് തൊട്ടു പിന്നാലെ അവരുടെയും ഈ 6 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയാണ്. പിന്നീടാണ് ബൈക്ക് യാത്രക്കാരുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.